നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്ന് കിങ് ഫഹദ് കോസ്വേ വഴി സൗദിയിലേക്ക് പ്രവേശിക്കാൻ പുതിയ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് എടുത്തവർക്ക് മാത്രമായിരിക്കും ഇതുവഴി രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുക. അതേസമയം സ്വദേശികൾക്ക് ഇളവും നൽകിയിട്ടുണ്ട്. 7 നിർദ്ദേശങ്ങളാണ് കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ ഉള്ളത്. രാജ്യത്തെ പൗരന്മാരും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സൗദിയിലേക്ക് പ്രവേശിക്കാൻ PCR ടെസ്റ്റ് നിർബന്ധമില്ല. അവർ വാക്സിൻ എടുത്തവരാണെങ്കിൽ തന്നെ ക്വാറന്റൈനോ സൗദിയിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധനയോ ആവശ്യമില്ല. വാക്സിൻ സ്വീകരിക്കാതെയാണ് സൗദിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ പാലിച്ചാൽ മതിയാകും. ഇവരിൽ 8 വയസ്സിന് താഴെയുള്ള കുട്ടികളല്ലാത്തവർ 6ാമത്തെ ദിവസം കോവിഡ് പരിശോധനയും നടത്തണം. സ്വദേശികളുടെ ഭാര്യ, ഭർത്താവ്, അവരുടെ മക്കൾ, അവരോടൊപ്പമുള്ള ഗാർഹിക തൊഴിലാളികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, അവരോടൊപ്പമുള്ള കുടുംബങ്ങൾ എന്നിവർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ 72 മണിക്കൂറിനകം സമ്പാദിച്ച കോവിഡ് പരിശോധനാ ഫലം കൈവശം കരുതേണ്ടതുണ്ടെന്നും കിങ് ഫഹദ് കോസ്വേ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. 8 വയസ്സിന് താഴെയുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇവരിലും വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈനോ പരിശോധനയോ ആവശ്യമില്ല. രാജ്യത്തേക്ക് കടക്കുന്നവർ സന്ദർശകരോ സ്ഥിര താമസക്കാരോ പുതിയ വിസയിൽ വരുന്നവരോ ആരായിരുന്നാലും വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. പുതിയ വിസക്കാർ സന്ദർശന വിസയിലോ തൊഴിൽ വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ആയാലും ശരി, നടപടിക്രമങ്ങളിൽ മാറ്റമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതുകൂടാതെ ഇവർ 72 മണിക്കൂറിനകം സമ്പാദിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കൈവശം കരുതേണ്ടതുണ്ട്. അതേസമയം ട്രക്ക് ഡ്രൈവർമാർ, അവരുടെ സഹായികൾ എന്നിവർക്ക് ഇത് ബാധകമല്ല. അവർ വാക്സിൻ എടുത്തവരായിരിക്കണമെന്നോ PCR ടെസ്റ്റിന് വിധേയരാവണമെന്നോ നിർബന്ധമില്ല. സൗദിയിലെത്തിയ ശേഷം ക്വാറന്റൈനിൽ കഴിയുകയോ പരിശോധന നടത്തുകയോ ചെയ്യേണ്ടതില്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആരോഗ്യം, ദേശീയ ഗാർഡ്, പ്രതിരോധം, വിദ്യാഭ്യാസം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സർക്കാർ ജീവനക്കാരായാൽ പോലും വാക്സിൻ സ്വീകരിക്കാതെയാണ് രാജ്യത്തെത്തുന്നതെങ്കിൽ 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ പാലിക്കണം. ഇവർ ആദ്യ 24 മണിക്കൂറിനുള്ളിലും അവസാനത്തെ 7 ദിവസവും കോവിഡ് പരിശോധന നടത്തുകയും വേണം. സ്വകാര്യ മേഖലയിലെ ആരോഗ്യ രംഗത്ത് താമസിക്കുന്നവർ ഹോട്ടൽ ക്വാറന്റൈനിലാണ് കഴിയേണ്ടത്. ഇത്തരക്കാരും ആദ്യ 24 മണിക്കൂറിനുള്ളിലും അവസാനത്തെ 7ാം ദിവസം കോവിഡ് പരിശോധന നടത്തിയിരിക്കണം. ഫൈസർ, ആസ്ട്രസെനക്ക, മൊഡേണ എന്നിവയുടെ 2 ഡോസുകൾ, ജോൺസൺ ആൻഡ് ജോൺസൺ ആണെങ്കിൽ 1 ഡോസ് എന്നിങ്ങനെ സൗദി അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർ മാത്രമേ വാക്സിൻ സ്വീകരിച്ചവർ എന്ന ഗണത്തിൽ കണക്കാക്കുകയുള്ളൂ. 14 ദിവസത്തിനുള്ളിൽ ഇന്ത്യ സന്ദർശിച്ചവർക്ക് സൗദിയിലേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കാത്ത സാഹചര്യത്തിൽ അവധി കഴിഞ്ഞ് തിരിച്ചുവരുന്ന മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികൾ ബഹ്റൈനാണ് ഇടത്താവളമാക്കിയിരുന്നത്. 14 ദിവസം ബഹ്റൈനിൽ തങ്ങിയതിനു ശേഷം കോസ്വേ വഴി സൗദിയിലേക്ക് അനായാസം പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. ഈ മാർഗമാണ് പുതിയ നിർദ്ദേശത്തോടെ അടയുന്നത്. പുതിയ നിർദ്ദേശം മൂലം നിരവധി പ്രവാസികളുടെ സൗദിയിലേക്കുള്ള വരവ് അവതാളത്തിലാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.